തമ്പുരാനെല്ലാം സ്നേഹമുള്ളവരെ, തമ്പുരാന്റെ സന്നിധിയിലായിരുന്നപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഒത്തിരി ജീവിതത്തിൻ്റെ ഒത്തിരി പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ആകുലതകൾ, അസ്വസ്ഥതകൾ, നിരാശകൾ, വേദനകൾ, രോഗങ്ങൾ, പ്രതിസന്ധികളും ഒക്കെ അവിടെ സമർപ്പിച്ചു. ഇപ്പോഴും ഒരുപക്ഷെ തന്നെ അരക്കുന്നത് കാര്യങ്ങൾ പൂർണ്ണമായി ബോധ്യപ്പെടാതെ എൻ്റെ കർത്താവ് എന്നെ അനുഗ്രഹിക്കും, എൻ്റെ കർത്താവ് എന്നെ അനുഗ്രഹിക്കും. സങ്കീർത്തകന്റെ വാക്കുകൾ നോക്കുക, കർത്താവ് എത്രയോ നല്ലവനെന്ന് തിരിച്ചറിയുക. കർത്താവിൽ ആശ്രയിക്കുന്നതാണ് ഭാഗ്യമാണ്. ഞാൻ ആശ്രയിക്കുന്ന മറ്റാരും, ഞാൻ എൻ്റെ ആവലാദികളും വേദനകളും നൊമ്പരങ്ങളും ദുഃഖങ്ങളും, ഞാൻ എൻ്റെ കടന്നു പോകുന്ന ജീവിതത്തിന്റെ സമസ്ത പ്രതിസന്ധികളും ഏൽപ്പിച്ചിരിക്കുന്ന എൻ്റെ കർത്താവ് അവൻ ശിഷ്യനാണ്. അവർക്കോടെ കൂടെ അവൻ എൻ്റെ മേൽ അധികാരമുള്ളവനാണ്, എൻ്റെ ഭവനത്തിന്മേൽ അധികാരമുള്ളവനാണ്, എൻ്റെ മക്കളുടെ മേൽ, എൻ്റെ തലമുറകളുടെ മേൽ, എൻ്റെ ജീവിതപങ്കാളിയുടെ മേൽ, ഞാൻ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാവരുടെയും മേൽ അധികാരമുള്ളവനാണ് എൻ്റെ കർത്താവ്. ഞാൻ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു അവരുടെ ജീവിതത്തിലേക്ക് സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ അവൻ സമർത്ഥമായി വീക്ഷിച്ചു. എൻ്റെ കർത്താവ് വാഗ്ദാനങ്ങളെ വിശ്വസിച്ചു. നന്ദി പറയാൻ എല്ലാവരും സാർവത്രിക സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അതിനാണ് മാത്രം വൈദിക സന്യസ്ത മാമോദീസായിലൂടെ ഈശോയുടെ ഭൗതിക ശരീരമായ സത്യകാര്യങ്ങളായി ഈശോയുടെ പിറവിത്തിരുന്നാളിന്റെ മഹാജൂബിലി ആഘോഷിക്കുവാനുള്ള സഭ സമാധാനത്തിന്റെ, സ്നേഹത്തിന്റെ, എളിമയുടെ നയിക്കപ്പെട്ട സുവിശേഷമാണ്. ലോകരാജ്യത്തിൽ കൊണ്ട് ജനപദങ്ങൾ കൊണ്ട് തീരുമാനമുള്ള ഗുണങ്ങൾ ലോകരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ മാതൃരാജ്യത്തിന് വേണ്ടി ജന്മനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ ഇടവകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട വികാരിച്ചന്മാരെ നമുക്ക് ഓർക്കാം. ഇടവകയിൽ സന്നിധിച്ചേരുന്ന നമ്മുടെ കൂട്ടായ്മ എന്ന് സംസാരിക്കും.